അതായത് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ് മക്കളെ, അലൂമിനിയത്തിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇരുമ്പിന്റെ പ്രൊഡക്ഷൻ, സൾഫ്യൂരിക് ആസിഡ്, അമോണിയ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാം, ഫുള്ള് കൺഫ്യൂഷൻ ആവുന്നു. അപ്പം മക്കളെ, നമ്മുടെ കെമിസ്ട്രിയില്ല, SSLC കെമിസ്ട്രിയില്ല, ഇത്രയും ആൾക്കാരുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇവരുടെയൊക്കെ പ്രിപ്പറേഷൻ ഒന്നിച്ച് ഒരൊറ്റ വീഡിയോയിലാക്കി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടു തന്നിരിക്കുകയാണ് മിസ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ, ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണം നോക്കാം. മക്കളെ, ഇരുമ്പിനെ നമ്മൾ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യാൻ, വ്യാവസായികമായിട്ട് നിർമ്മിക്കാനായിട്ട് ആരെ എടുക്കുക, ഇരുമ്പിന്റെ ഏത് ഓറിനെ എടുക്കുക? ഇരുമ്പിന്റെ, നിങ്ങൾ ഓർക്കണം, ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന ഇരുമ്പിന്റെ ഓറിനെ, ഓക്കെ, ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ Fe2O3 എന്ന് പറയുന്ന ഇരുമ്പിന്റെ ഓറിനെയാണ് നമ്മൾ, ഈ ഇരുമ്പിന്റെ അയിരിനെയാണ് നമ്മൾ എടുക്കുക പ്രിപ്പയർ ചെയ്യാൻ, അല്ലെ? അപ്പൊ നോക്കിക്കേ മക്കളെ, ഈ Fe2O3 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ Fe2O3 കൊണ്ട് എങ്ങോട്ടേക്കാ പോവാ? നമ്മൾ ലെവിഗേഷൻ നടത്തും, അല്ലെ? അതായത് ഇങ്ങനെ ജലപ്രവാഹത്തിലൊക്കെ കഴുകിയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അതിനിങ്ങനെ കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്തെടുക്കും. ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നേരെ ഇവരെ കൊണ്ടുപോയി എങ്ങോട്ടേക്കാ? നേരെ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ഇവരെ ബ്ലാസ്റ്റ് ഫർണസിലേക്കാണ്, അല്ലെ? അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള മുഴുവൻ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ മിസ് ഇവിടെ ഒരു ബ്ലാസ്റ്റ് ഫർണസ് വരയ്ക്കാം. ബ്ലാസ്റ്റ് ഫർണസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് 3 ആൾക്കാരെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇരുമ്പിന്റെ പ്രിപ്പറേഷന് വേണ്ടി 3 ആൾക്കാരെ നമ്മൾ ഇട്ട് കൊടുക്കും. ഒന്നാമത്തെ ആളാണ് Fe2O3 എന്ന് പറഞ്ഞ നമ്മുടെ ഹേമറ്റൈറ്റ്, അല്ലെ? ഒന്നാമത് ആരെ ഇട്ട് കൊടുക്കുക? Fe2O3 എന്ന് പറഞ്ഞ ഹേമറ്റൈറ്റിനെ നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ, Fe2O3. ഇനി രണ്ടാമതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആരെയാണ്? നമ്മുടെ ലൈം സ്റ്റോണിനെയാണ്, അല്ലെ? ലൈം സ്റ്റോൺ അഥവാ ചുണ്ണാമ്പു കല്ലിനെ ആഡ് ചെയ്യാം. ചുണ്ണാമ്പ് കല്ല് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? കാക്കോ3 ആണ് കേട്ടോ. കാക്കോ3 കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇനി ഒരാൾ കൂടി ഉണ്ട്, മൂന്നാമത്തെ ആളാണ് കോക്ക്. ആരാണ്? കോക്ക്. അപ്പൊ ഈ 3 ആൾക്കാരെ, Fe2O3, ഹേമറ്റൈറ്റ്, ലൈം സ്റ്റോൺ, കോക്ക്, അല്ലെ? ചുണ്ണാമ്പ് കല്ലിനെയും കോക്കിനെയും ഒക്കെയാണ് നമ്മൾ 3 ആൾക്കാരെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ടു. ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിഭാഗത്തുനിന്ന് ഇങ്ങനെ എയർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് നടക്കാൻ പോകുന്ന റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇതാ നോക്കിക്കോ, നമ്മുടെ ഈ കോക്ക് ഉണ്ടല്ലോ, കോക്ക് എന്ന് പറഞ്ഞതിൽ കാർബൺ ആണ്. ഈ കാർബൺ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വെറുതെ ഇരിക്കല്ല, കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും ഒരു കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്നു. മക്കളെ, ഈ കാർബൺ മോണോക്സൈഡിന് വളരെയധികം പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്, അല്ലെ? റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി എന്ന് അറിയപ്പെടുന്നത്. നിരോക്സികാരി ഇവൻ എന്താ ചെയ്യാ? നമ്മുടെ ഹേമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കുന്നത് ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. Fe2O3 എന്ന് പറഞ്ഞിട്ടുള്ള ഹേമറ്റൈറ്റ് ഇരിക്കുന്നു. ഈ ഹേമറ്റൈറ്റിലേക്ക് 3 കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു. സിമ്പിൾ ആണ്. ഈ ഹേമറ്റൈറ്റിന്റെ കയ്യിലുള്ള ഓക്സിജനെ എടുത്തിട്ട് അങ്ങ് പോവാ. അപ്പൊ അയണിന്റെ ഒപ്പമുള്ള ഓക്സിജനെ കൊണ്ടുപോയാൽ പിന്നെ അയണിന്റെ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് 3 കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ അയണിനെ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ നിരോക്സീകരിച്ചു. സോ ഇവനാണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. ഇനി നമ്മൾ രണ്ടാമത്തെ ആളിലേക്ക് നോക്കാൻ പോവാ. അതാരാ? ചുണ്ണാമ്പ് കല്ല്, ലൈം സ്റ്റോൺ. അതാരാ? കാൽഷ്യം കാർബണേറ്റ് ആണ്. മക്കളെ, നമ്മൾ എന്താ ചെയ്യുന്നത്? കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കും. കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കുമ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്യും, ഇത് വിഘടിക്കും. ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് 2 ആൾക്കാരാകും, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇവിടുത്തെ പ്രാധാന്യം മുഴുവൻ ആർക്കാണുള്ളത്? കാൽഷ്യം ഓക്സൈഡിനാണ്. കാരണം കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ വിളിക്കുക ഈ റിയാക്ഷനിലെ ഫ്ലക്സ് എന്നാണ്. ഫ്ലക്സ് എന്താ? നമ്മൾ അടിക്കുന്ന ഫ്ലക്സ് അല്ല. അതായത് നമ്മുടെ ഹേമറ്റൈറ്റിനുള്ളിൽ കുറച്ച് ഗ്യാങ് ഉണ്ട്. എന്ത് ചെയ്താലും പോകാത്ത ഒരു അപദ്രവ്യമുണ്ട്. ആരാണ്? SiO2 എന്ന് പറഞ്ഞിട്ടുള്ള സിലിക്ക, അല്ലെ? SiO2 എന്ന് പറയുന്ന സിലിക്ക. ഈ സിലിക്കനെ നമുക്ക് നീക്കം ചെയ്യണം. ഈ ഗ്യാങ്ങിനെ, ഈ അപദ്രവ്യത്തെ നമുക്ക് നീക്കം ചെയ്യണം. ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന നമ്മുടെ ഫ്ലക്സ്. അപ്പൊ ഫ്ലക്സ് എന്താ ചെയ്യാ? ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ. ഇറ്റ് ഹെൽപ്സ് ടു റിമൂവ് ഗ്യാങ്, അല്ലെ? ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ എന്താ നടക്കുക? അതായത് ഒരു ഫ്ലെക്സ് ഗ്യാങ്ങുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ലാഗ് ഫോം ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ആരാ? കാൽഷ്യം ഓക്സൈഡ്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ആരാ? സിലിക്ക. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന സ്ലാഗ് ഇവിടെ ഫോം ചെയ്യും. കിട്ടിയോ? ഇവിടെ കാൽഷ്യം സിലിക്കേറ്റ് എന്ന സ്ലാഗ് ഫോം ചെയ്യും. മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്.
ഇനി അപ്പൊ ഇതാ നോക്കിക്കോ, അപ്പൊ ഇതാ നമ്മുടെ ഹെമറ്റൈറ്റിലുള്ള അണുക്കളൊക്കെ ഗ്യാങ് ഒക്കെ പോയി. അങ്ങനെ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും അയണിനെ പുറത്തേക്ക് കിട്ടും. മക്കളെ, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന അയൺ എടുത്തു കഴിഞ്ഞാൽ 4% കാർബൺ, ഒരു 4% കാർബൺ ഉണ്ടാകും. പിന്നെ ആരൊക്കെയാണ്? ഫോസ്ഫറസ്, അതേപോലെ സിലിക്കൺ, മാംഗനീസ് പോലെയുള്ള ഇതുപോലെയുള്ള കുറച്ച് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. അങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന 4% കാർബൺ, 4% കാർബൺ ഉള്ള അയണിനെയാണ് നമ്മൾ പിഗ് അയൺ എന്ന് വിളിക്കുക കേട്ടോ. പിഗ് അയൺ എന്ന് വിളിക്കുക. ഇത്രയുമാണ് ഇരുമ്പിന്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്, ഇവിടുത്തെ ഫ്ലെക്സ്, ഗ്ലാങ്, സ്ലാഗ് ഫോർമേഷൻ, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? അടുത്ത റിയാക്ഷൻ ആണ് മക്കളെ, ഇതാ നമ്മുടെ സ്വന്തം എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷൻ ഇത് 2 സ്റ്റെപ്പിലാണ്. 1 ബോക്സൈറ്റിന്റെ കോൺസെൻട്രേഷൻ, 2 അലൂമിനിയുടെ ഇലക്ട്രോലൈസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ബോക്സൈറ്റിന്റെ കോൺസെൻട്രേഷൻ നോക്കാം അല്ലെ. കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ ബോക്സൈറ്റിന്റെ ഫോർമുല എന്താണെന്നറിയോ? Al2O3.2H2O. അപ്പൊ നമ്മൾ ബോക്സൈറ്റിനെ സാന്ദ്രീകരിക്കാൻ പോവാണ് അല്ലെ, സാന്ദ്രണം കാണാൻ പോവുകയാണ്. മക്കളെ, ആദ്യം നമ്മുടെ ബോക്സൈറ്റിനെ എടുക്കും. ഓക്കെ, അപ്പൊ മിസ് സിമ്പൽ എഴുതുന്നത് നിങ്ങൾ കൃത്യമായിട്ട് സിമ്പൽ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. Al2O3.2H2O എന്ന് പറയുന്ന നമ്മുടെ ബോക്സൈറ്റിനെ എടുത്തു. അപ്പൊ മക്കളെ, ഈ ബോക്സൈറ്റിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കുറച്ച് ഹോട്ട് ആയിട്ടുള്ള, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, നല്ല ചൂടാക്കിയ ഗാഢമായിട്ടുള്ള NaOH, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ പുതിയൊരാൾ ഫോം ചെയ്യും. അയാളാണ് നമ്മുടെ സോഡിയം അലൂമിനേറ്റ്. ഓക്കെ, സോഡിയം അലൂമിനേറ്റിനെ കിട്ടി. ഇനി ഈ സോഡിയം അലൂമിനേറ്റിനെ വെച്ചിട്ടാണ് ബാക്കി റിയാക്ഷൻ നടത്തുന്നത്. ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് ഞാൻ പുതിയൊരാളെ ആഡ് ചെയ്യാൻ പോവാണ്. അയാളുടെ പേരെന്താ? ഈ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന ആളുടെ പേരാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് ഞാൻ എന്താ ചെയ്യുക? കുറച്ച് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള, പുതിയതായി നിർമ്മിച്ചിട്ടുള്ള അലൂമിനിയം ഹൈഡ്രോക്സൈഡ് AlOH ട്രൈസിനെ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മോർ അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കുറെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് മോർ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലെ, കുറെ ഒരുപാട് അധികം, വളരെയധികം അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ നമുക്ക് കിട്ടും. മക്കളെ, ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ ആദ്യം വാഷ് ചെയ്യും, പിന്നെ എന്താ ചെയ്യുക? ഫിൽട്ടർ ചെയ്യും, വാഷ് ചെയ്യും, ഹീറ്റ് ചെയ്യും. ഓക്കെ, കഴുകി അരച്ച് ചൂടാക്കി എടുത്താൽ നമുക്ക് വേണ്ട അലൂമിനയെ കിട്ടും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആദ്യം ബോക്സൈറ്റ് ആയിരുന്നു. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആരാണ്? അലൂമിന. Al2O3 എന്ന് പറയുന്ന അലൂമിനിയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അലൂമിനയുടെ ഇലക്ട്രോലൈസിസ് ആണ്. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ബീക്കർ എടുത്തു വെക്കുന്നു. ഓക്കെ, സെറ്റപ്പ് ആണ് കേട്ടോ, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ്. അപ്പൊ ഇതിനുള്ളിലേക്ക് നമുക്ക് കാഥോഡ് ആരോട് വേണം? മക്കളെ, ഇവിടെ കാഥോഡായിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടെ നമ്മുടെ ഈ പാത്രത്തിനെ ഇങ്ങനെ ഒരു ലൈനിങ് കൊടുക്കും. എന്തിന്റെ ലൈനിങ്? കാർബൺ ലൈനിങ്. ഓക്കെ, അപ്പൊ കാർബൺ ലൈനിങ് ആണ് ഇവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത്, അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡ്. ഇനി നമ്മുടെ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? നമ്മുടെ ആനോഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാർബൺ റോഡുകളാണ്. കാർബൺ റോഡുകളാണ് ഇവിടുത്തെ ആനോഡ്. ആനോഡ് എടുത്താൽ എന്ത് ചാർജാ? ഇലക്ട്രോലൈസിസിൽ, വൈദ്യുത വിശ്ലേഷണത്തിൽ ആനോഡിന് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആണ്. സോ കാർബൺ ലൈനിങ് ആണ് ഇവിടുത്തെ കാഥോഡ്, കാർബൺ റോഡുകളാണ് ഇവിടുത്തെ ആനോഡ്. ഇനി ഞാൻ അലൂമിനെ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കും. മകളെ, അലൂമിനെ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ക്രയോലൈറ്റുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, Al2O3 എന്ന് പറഞ്ഞാൽ ആരാ? അലൂമിന. അലൂമിനയെ ഞാൻ കുറച്ച് ക്രയോലൈറ്റുമായിട്ട് മിക്സ് ചെയ്യും. എന്തിനു വേണ്ടാട്ടാന്നറിയോ? കാരണം ഈ അലൂമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, അതേപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പൊ ദ്രവണാംഗം വളരെ കൂടുതലാണ്, വൈദ്യുത ചാലകത വളരെ കുറവാണ്. അപ്പൊ നോക്കിക്കേ, എനിക്ക് മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കണം, അതേപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ജാലകത കൂട്ടണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ക്രയോലൈറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നത്. മക്കളെ, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അലൂമിനിയം എന്തിനാണ് ക്രയോലൈറ്റുമായിട്ട് മിക്സ് ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാ? ടു ഡിക്രീസ് ദ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാംഗം കുറയ്ക്കാനും, ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെ, വൈദ്യുത ചാലകത കൂട്ടാനും വേണ്ടിയിട്ട്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്രയോലൈറ്റുമായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മക്കളെ, നമ്മുടെ അലൂമിനിയം ഇങ്ങോട്ടേക്ക് ഇട്ടു.
അല്ലെ, ഇതിലേക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഇവ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അലൂമിനിയം Al3+ എന്ന് പറയുന്ന അലൂമിനിയം അയൺ ആയിട്ടും അതേപോലെ തന്നെ ആരായിട്ടാണ്, യെസ്, അതേപോലെ തന്നെ O2- എന്ന് പറയുന്ന ഓക്സൈഡ് അയൺ രണ്ടായിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി നിങ്ങൾക്ക് തന്നെ പറയാവുന്നുള്ളൂ ഈ അയണുകൾ എങ്ങോട്ടേക്കാ പോവാ? പോസിറ്റീവ് ചാർജുള്ള അയൺ പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക്, അതായത് കാഥോഡിലേക്ക്. അപ്പൊ അലൂമിനിയം അയൺ എങ്ങോട്ടേക്കാ പോവുക? കാഥോഡിലേക്ക് അല്ലെ. അലൂമിനിയം അയൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. സോ പോസിറ്റീവ് ചാർജുള്ള അലൂമിനിയം അയൺ നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് പോകും. കാഥോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് റിഡക്ഷൻ സംഭവിക്കണം, നിരോക്സീകരണം സംഭവിക്കണം അല്ലെ. അപ്പൊ നമ്മുടെ അലൂമിനിയം അയണിന് 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ 3 പോസിറ്റീവ് ചാർജ് പോകാൻ അയാൾ 3 ഇലക്ട്രോൺസിനെ മേടിക്കും. 3 ഇലക്ട്രോൺസിനെ മേടിച്ചിട്ട് അയാൾ അലൂമിനിയം ആറ്റമായിട്ട് മാറും. ഇതാണ് കാഥോഡിൽ നടക്കുക. ഇനി ആനോഡിലേക്ക് ആരാ പോവാ മക്കളെ? ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് പോകുന്നത് നെഗറ്റീവ് ചാർജുള്ള ഓക്സൈഡ് അയണുകളാണ്. ഓക്കെ, ഈ ഓക്സൈഡുകൾ അയണുകൾ അവിടെ പോകും. 2 ഓക്സൈഡ് അയൺ അങ്ങോട്ടേക്ക് പോവാ. 2 ഓക്സൈഡ് അയൺ നോക്കിക്കേ, ഒരു ഓക്സൈഡ് അയണിന്റെ കയ്യിൽ 2 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ 2 ഓക്സൈഡ് അയണിന്റെ കയ്യിൽ 4 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഈ ഓക്സൈഡ് അയണുകൾ ഇവരുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ള 4 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് ഓക്സിജൻ ഗ്യാസ് ആയിട്ട് അവിടെ റിലീസ് ചെയ്യപ്പെടും. അപ്പൊ നോക്കിക്കേ, കാഥോഡിൽ നമുക്ക് അലൂമിനിയത്തെ കിട്ടും, ആനോഡിൽ നമുക്ക് ഓക്സിജൻ ഗ്യാസിനെയും കിട്ടും. മക്കൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരാ? കാർബൺ റോഡാണ്. ഈ കാർബൺ റോഡ് ഇവിടെയുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ കാർബൺ റോഡുകൾ ഇവിടുത്തെ ആനോഡാണ് കാർബൺ റോഡ്. കാർബൺ റോഡ് ഇങ്ങനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ബേൺ ചെയ്ത് പൊക്കൊണ്ടിരിക്കും, എരിഞ്ഞെരിഞ്ഞ് തീരും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആനോഡുകളെ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ആനോഡുകളെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കുന്നത് ഇതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് മക്കളെ നമുക്ക് വേണ്ടിയിട്ടുള്ള അലൂമിനിയത്തെ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അലൂമിനിയത്തിന്റെ പ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ മൂന്നാമത് പോകുന്നു. നമ്മുടെ അമോണിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ. അമോണിയ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? 2 ആൾക്കാർ മതി അല്ലെ. അമോണിയം ക്ലോറൈഡ് NH4Cl എന്ന് പറഞ്ഞ കുറച്ച് അമോണിയം ക്ലോറൈഡ് വേണം. അതേപോലെ തന്നെ കുറച്ച് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വേണം. മക്കളെ, കുറച്ച് അമോണിയം ക്ലോറൈഡിനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് എടുത്ത് ചൂടാക്കും. അങ്ങനെ ചൂടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരൊക്കെയാ മക്കളെ? നമുക്ക് അമോണിയയെ കിട്ടും, അതേപോലെ കാൽഷ്യം ക്ലോറൈഡിനെയും കിട്ടും, കുറച്ച് വാട്ടറിനെയും കിട്ടും അല്ലെ. നോക്കിക്ക്, ആരെയൊക്കെ കിട്ടി? കുറച്ച് വാട്ടറിനെ കിട്ടി അല്ലെ, കുറച്ച് ജലാംശത്തെ, നീരാവി, മോയ്സ്ചറിനെ കിട്ടി, അമോണിയ കിട്ടി, കാൽഷ്യം ക്ലോറൈഡിനെ കിട്ടി. ഈ കാൽഷ്യം ക്ലോറൈഡ് നമ്മളൊരു ട്യൂബിലാണ് പരീക്ഷണം ചെയ്യുക അല്ലെ. ഈ ട്യൂബിനെ സൈഡിലായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. പക്ഷെ ഈ വാട്ടർ ഉണ്ടല്ലോ, ഇവനെ നമുക്ക് വേണോ? വേണ്ട. ഈ വാട്ടറിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ഈ വാട്ടറിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അമോണിയനെ എന്താ ചെയ്യുക മക്കളെ? കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ക്യുക്ലൈം അല്ലെ, ക്യുക്ലൈം അഥവാ നീറ്റുകക്കയിലൂടെ കടത്തിവിടും. അപ്പൊ നീറ്റുകക്ക ഇവിടുത്തെ ഡ്രൈയിങ് ഏജന്റ് ആണ്. ഡ്രൈയിങ് ഏജന്റ് അഥവാ ശോഷകാരം ആണ് എന്ന് പറയാം. എന്തിനാ സഹായിക്കുക? ഈ മോയ്സ്ചറിനെ നീക്കം ചെയ്യാൻ അല്ലെ. അമോണിയനെ എന്തിനു വേണ്ടിയിട്ടാ ക്യുക്ലൈമിലൂടെ കടത്തിവിടുക? മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാൻ അല്ലെ. ഈ ജലാംശത്തെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യുക്ലൈമിലൂടെ കടത്തിവിടുക. സോ ക്യുക്ലൈം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡ്രൈയിങ് ഏജന്റ് അഥവാ ശോഷകാരകമാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന അമോണിയ ഗ്യാസിനെ മക്കളെ നമ്മൾ എങ്ങനെയാ സ്വീകരിക്കുക? ഇങ്ങനെ പുറത്തേക്ക് കിട്ടുന്ന അമോണിയ ഗ്യാസിനെ നമ്മൾ ഇതേപോലെ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള പാത്രത്തിലാണ് കളക്ട് ചെയ്യുക. എന്തുകൊണ്ടാ ഇൻവേർട്ടഡ് ആയിട്ടുള്ള പാത്രത്തിൽ, തലതിരിച്ചു വെച്ച പാത്രത്തിൽ കണക്ട് ചെയ്യുന്നത്? ബിക്കോസ് അമോണിയ ഈസ് ലെസ് ഡെൻസർ ദാൻ എയർ അല്ലെ. ലെസ് ഡെൻസർ ദാൻ എയർ, അതായത് അമോണിയയുടെ സാന്ദ്രത എന്ന് പറയുന്നത് വായുവിനേക്കാൾ കുറവാണ്. അപ്പൊ നമ്മൾ നേരെ വെച്ചാൽ അമോണിയ മേലേക്ക് പൊങ്ങിപ്പോകും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമോണിയനെ നമ്മൾ ഇൻവേർട്ടഡ് ഗ്ലാസ് ജാർ അല്ലെ, തല തിരിച്ചു വെച്ച ഗ്ലാസ് ജാറിൽ ശേഖരിക്കുന്നത്. ഇത്രയുമാണ് അമോണിയയുടെ പ്രിപ്പറേഷൻ പഠിക്കാനുള്ളത്. ഇനി ലാസ്റ്റ് ആയിട്ട് ബട്ട് നോട്ട് ലീസ്റ്റ് ദ വെരി ഇമ്പോർട്ടൻറ്റ് സൾഫ്യൂരിക് ആസിഡ്. മക്കളെ, ആദ്യം തന്നെ ഓർക്കുക, സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, വ്യാവസായിക നിർമ്മാണത്തിന് നമ്മളൊരു പേര് വിളിക്കും. എന്താണ്? കോണ്ടാക്ട് പ്രോസസ് അല്ലെ. കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്ന് വിളിക്കാം. കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താ നടക്കുക? ആദ്യം നമ്മൾ കുറച്ച് സൾഫറിനെ എടുക്കും. ഈ സൾഫറിനെ കുറച്ച് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് SO2 എന്ന് പറയുന്ന സൾഫർ ഡയോക്സൈഡ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഈ സൾഫർ ഡയോക്സൈഡിലേക്ക് വീണ്ടും കുറച്ച് ഓക്സിജനെ ആഡ് ചെയ്ത് കൊടുക്കും. സൾഫർ ഡയോക്സൈഡിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ഓക്സിജനെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ സ്റ്റെപ്പിൽ നമുക്കൊരാളുടെ ഹെൽപ്പ് വേണം. ഇവിടെ ഒരു കാറ്റലിസ്റ്റ് വേണം അല്ലെ. ഇവിടെ ഒരു
ഉൽപ്രേരകം നമുക്ക് വേണം. ആ ഉൽപ്രേരകം ആരാ? ഇവിടുത്തെ അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിലുള്ള കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകമാണ് മക്കളെ V2O5 അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് SO3 എന്ന് പറയുന്ന സൾഫർ ട്രയോക്സൈഡ്. അപ്പൊ സൾഫറും ഓക്സിജനും ചേർന്ന് ആദ്യം സൾഫർ ഡയോക്സൈഡ് ആയി. ഈ സൾഫർ ഡയോക്സൈഡിലേക്ക് നമ്മൾ വീണ്ടും V2O5 എന്ന കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ വനേഡിയം പെന്റോക്സൈഡ് എന്ന ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും കുറച്ച് ഓക്സിജനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സൾഫർ ട്രയോക്സൈഡിനെ കിട്ടും. ഈ സൾഫർ ട്രയോക്സൈഡിലേക്ക് നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും അല്ലെ, കുറച്ച് ഗാഢമായിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും. അപ്പോൾ നമുക്ക് H2S2O7 എന്ന് പറയുന്ന ഒലിയത്തെ കിട്ടും. മക്കളെ, ഈ ഒലിയം എടുത്തോണ്ട് പോയി അല്ലെ, ഈ ഒലിയത്തെ നമ്മൾ കൊണ്ടുപോകും. ഈ ഒലിയം H2S2O7 എന്ന് പറയുന്ന ഒലിയത്തിലേക്ക് കുറച്ച് വാട്ടറിനെ കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളത്തെ ആഡ് ചെയ്താൽ നമുക്ക് വേണ്ട H2SO4 എന്ന് പറഞ്ഞ സൾഫ്യൂരിക് ആസിഡിനെ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സൾഫർ ട്രയോക്സൈഡിലേക്ക് ഡയറക്റ്റ് വാട്ടർ ആഡ് ചെയ്താലും സൾഫ്യൂരിക് ആസിഡ് കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്? കാരണം സൾഫർ ട്രയോക്സൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നത് ഒരു ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്, ഒരു ഉയർന്ന താപമോചക പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? ഡയറക്റ്റ് ആയിട്ട് വെള്ളം ആഡ് ചെയ്യാതെ ആദ്യം സൾഫർ ട്രയോക്സൈഡിലേക്ക് എന്താ ചെയ്യുക? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് ഒലിയമാക്കി മാറ്റും. ഈ ഒലിയത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ നിർമ്മിക്കുക. മക്കളെ, ഏകദേശം 20 മാർക്ക്, ഒരു 25 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന പോർഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത്രയധികം യൂസ്ഫുൾ ആകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മിസ് ഈ വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഷെയർ ചെയ്തെത്തിക്കുക മക്കളെ.